ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ നാളത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സുകന്യ ചായയൊക്കെ ഉണ്ടാക്കി ദേവിയുടെ റൂമിലേക്ക് കയറി ചെല്ലുക. അപ്പോൾ ചായക്കപ്പുമായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സുകന്യയെ കാണുമ്പോൾ തന്നെ ദേവി അന്തം വിട്ട് നിൽക്കുകയാണ്. എന്താ ദേവി നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഈ ചായ അങ്ങ് മേടിച്ച് കുടിച്ചേ. അല്ല ചേച്ചി, ഇത് എനിക്ക് വേണ്ടി കൊണ്ടുവന്നത് തന്നെയാണോ? പിന്നല്ലാതെ നിന്റെ റൂമിൽ ഞാൻ നിനക്കല്ലാതെ വേറെ ആർക്കാ ചായ കൊണ്ടി കൊടുക്കുക? ദേവി അതും ഇതും പറഞ്ഞു നിൽക്കാതെ ഇതങ്ങ് കുടിക്കുക. എന്നിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അഭിപ്രായം പറ. ഇപ്പം ചേച്ചി സ്നേഹത്തോടെ എനിക്ക് കൊണ്ടുവന്ന് തന്ന ചായയല്ലേ, അതിന് നല്ല രുചി കാണും എന്ന് ദേവി പറയാം. അങ്ങനെയല്ല, നീ കുടിച്ചു നോക്കിയിട്ട് വേണം അഭിപ്രായം പറയാൻ. ചായ മാത്രമല്ല, ഇനി ദേവിക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും ഞാനാ കണ്ടറിഞ്ഞ് ചെയ്തു തരാൻ പോകുന്നത്. ദേവിക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാട്ടോ. ചായ വേണമെന്നെങ്കിൽ അത്, ജ്യൂസ്, ഇനി ഫുഡ് എന്ത് ഐറ്റങ്ങളാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ എന്നോടൊരു ലിസ്റ്റ് ഇട്ട് പറഞ്ഞു തന്നാൽ മതി. ഞാൻ ദേവിയുടെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കിക്കോളാം എന്ന് പറയാം. അയ്യോ അതൊന്നും വേണ്ട ചേച്ചി, ചേച്ചിക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? അമ്മ എനിക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ, അത് മതി. അയ്യോ ഗോമതി ചേച്ചിനെ എന്തിനാ ആവശ്യമില്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? ഈ വീടിൻ്റെ കാര്യം നോക്കണം. അത് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരുടെയും കാര്യം ഗോമതി ചേച്ചിയല്ലേ നോക്കുന്നേ. അപ്പം ദേവിയുടെ കാര്യം ഞാൻ നോക്കാം. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല താനും. ഗർഭിണികളെയൊക്കെ ഇങ്ങനെ നോക്കുന്നതും പരിചരിക്കുന്നതും ഒരു പുണ്യപ്രവൃത്തിയാണെന്നാണ് എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ എനിക്ക് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. ആ പുണ്യം എനിക്കും കുറച്ച് കിട്ടട്ടെ ദേവി എന്ന് സുകന്യ പറയും. അയ്യോ ചേച്ചിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല. അമ്മയും ചേച്ചിയും കൂടി എന്നെ നോക്കിക്കോളൂ എന്ന് അപ്പം ദേവി പറയാണേ. അല്ല ദേവി ചായ കുടിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ടില്ല. സൂപ്പർ ചായ, എനിക്കിഷ്ടപ്പെട്ടു ചേച്ചി എന്ന് പറയാം. അങ്ങനെയാണ് ഇനി എപ്പോഴും ദേവിക്കുള്ള ചായ ഞാൻ തന്നെ എൻ്റെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വരാം എന്ന് പറയാം. അയ്യോ അതൊന്നും വേണ്ട എന്ന് പറയുമ്പം ദേവി നീ എന്നെ ഇപ്പോഴും ഒരു അന്യായിട്ടാണ് കാണുന്നത്. ഞാൻ നിങ്ങളുടെയൊക്കെ ചേച്ചിയുടെ സ്ഥാനത്തുള്ള ആളല്ലേ. അപ്പം പിന്നെ ഇങ്ങനെ എന്നെ മാറ്റി നിർത്തരുത്. നമ്മളൊക്കെ ഒറ്റ കെട്ടല്ലേ എന്നൊക്കെ പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ദേവി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണേ. എന്താ ദേവി ഒന്നും മിണ്ടാത്തത്? നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടുകൂടി നടക്കാനും ഒക്കെ എനിക്കും വലിയ താല്പര്യമുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ എന്നെ അകറ്റി നിർത്തുമല്ലേ എന്ന് ചോദിക്കാം. അയ്യോ അങ്ങനെ ഒന്നുമില്ല, ചേച്ചിനെ ആരും ഇവിടെ അകറ്റി നിർത്തിയിട്ടൊന്നുമില്ല. ഞങ്ങളിൽ ഒരാളായിട്ട് ചേച്ചിനെയും കണ്ടിട്ടുള്ളൂ എന്ന് പറയാം. അപ്പം ഇനി എല്ലാ കാര്യത്തിലും ദേവി എന്നെ കൂട്ടൂലോ അല്ലേ? നമ്മൾ രണ്ടും ഇനി ഒറ്റ കെട്ടല്ലേ എന്നൊക്കെ ചോദിക്കുവാണേ. അയ്യോ അതെന്ത് വർത്തമാനാ, ചേച്ചിനെ എല്ലാത്തിനും ഞങ്ങൾ കൂട്ടും എന്ന് പറയണം. പിന്നെ ദേവി ഉദയഭാനു സാറ് വിളിക്കുമ്പം പറയണം കേട്ടോ എൻ്റെ അന്വേഷണം. അത് മാത്രമല്ല ദേവിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നന്നായിട്ട് തന്നെ ചെയ്തു തരുന്നുണ്ടെന്നും പറയണം. പറയാലോ ചേച്ചി. അതെന്താ അച്ഛനോട് ഒരു പ്രത്യേകം പറയണമെന്ന് പറഞ്ഞേ? വേറൊന്നും കൊണ്ടല്ല, ദേവിയുടെ അച്ഛൻ വലിയൊരാളല്ലേ. അപ്പം എന്നെപ്പോലുള്ളവരൊക്കെ ദേവിക്ക് സഹായം ചെയ്തു തരിക എന്നൊക്കെ പറയുമ്പം ഉദയഭാനു സാറിന് എന്നോടും ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാ എന്നൊക്കെ പറയാം. ഉറപ്പായിട്ടും അച്ഛന് ഈ കുടുംബത്തിലുള്ള എല്ലാവരോടും നല്ല സ്നേഹമാണ് എന്നൊക്കെ ദേവി അപ്പോൾ പറയാണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഈ സംസാരമൊക്കെ മിത്രയാണെങ്കിൽ കേട്ടോണ്ട് നിൽക്കുക. അപ്പം മിത്രയ്ക്ക് നല്ല ദേഷ്യം വരിക. ദേവിയടത്തിയെ തൻ്റെ കൂടെ നിർത്താനുള്ള പ്ലാനുകളാണ് ഇവർ തയ്യാറാക്കുന്നത്. ഇവരുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. നല്ല ഉദ്ദേശത്തോടെ ഇവരിങ്ങനെ ഒന്നും ചെയ്യില്ല. മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ദേവിയടത്തിയോട് ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അതുമാത്രമല്ല ഇപ്പം അമ്മയോടും വലിയതായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തോ കാര്യമുണ്ട്. മീനു ചേച്ചിയോടും എന്നോടും ഇവർ പഴയ രീതി തന്നെയാണ് പെരുമാറുന്നതും എന്നൊക്കെ മിത്ര ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക. എന്തായാലും ഇതിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കുക തന്നെ വേണമെന്നൊക്കെ മിത്രയും ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. ഇത് മിത്ര അവിടെ നിന്ന് അങ്ങോട്ട് പോവാണേ. അപ്പം മിത്ര ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പം അവിടേക്ക് നമ്മുടെ ഗോമതി വന്ന് ചോദിക്കുക, നിനക്കിത് എന്ത് പറ്റി? നീ ഇത് ഇത്ര കാര്യമായിട്ട് ചിന്തിച്ചു കൂട്ടുന്നത്? നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേ എന്ന് ചോദിക്കുക. അത് പിന്നെ അപ്പച്ചി എന്താ കാര്യം എന്ന് വെച്ചാൽ നീ തുറന്ന് പറയണ്ടേ മിത്രേ എന്ന് ഗോമതി പറയൂ കേട്ടോ. വേറൊന്നുമല്ല, സുകന്യ ചേച്ചിക്ക് ഈയിടെയായിട്ട് നല്ല മാറ്റം തോന്നുന്നില്ലേ? ഇപ്പം തന്നെ ദേവിയടത്തേക്ക് വേണ്ടി ചായ ഉണ്ടാക്കി കൊടുക്കുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത് എന്ന് പറയാണ്. അതിപ്പം ദേവി ഗർഭിണിയല്ലേ, ഗർഭിണികൾക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു പുണ്യപ്രവൃത്തിയല്ലേ, അതൊരു നല്ല കാര്യമായിട്ട് സുകന്യക്ക് തോന്നിക്കാണും. അതുകൊണ്ട് അവൾ ഒരു ചായ ഉണ്ടാക്കി കൊടുത്തു. അതിനാണോ നീ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നേ? അമ്മേ, സുകന്യ ചേച്ചിയുടെ സ്വഭാവം എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുള്ളത്. അവർ സ്വന്തം നേട്ടത്തിന് വേണ്ടിയല്ലാതെ ഒരു കാര്യവും ചെയ്യത്തില്ല. അങ്ങനെയുള്ള അവർ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സ്നേഹം കാണിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട് എന്ന് പറയാം. നീ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. അപ്പം ദേവി അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പം ഈ സംസാരമൊക്കെ ദേവി ശ്രദ്ധിക്കുന്നുണ്ടേ. അപ്പം ദേവിയും പറയും, മിത്രേ നീ നിന്റെ പോലീസ് കണ്ണിലൂടെ നോക്കാതെ അവരും നമ്മുടെ കുടുംബത്തോട് ഇണങ്ങി ജീവിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇപ്പം ഇവിടെ വന്നിട്ട് കുറേ ദിവസങ്ങളൊക്കെ ആയില്ലേ, വെറുതെ പ്രശ്നവും വഴക്കുമായിട്ട് മുന്നോട്ട് പോകാതെ ഇവിടുത്തെ രീതികൾക്കൊക്കെ അനുസരിച്ച് ജീവിക്കാമെന്ന് സുകന്യ ചേച്ചിക്കും തോന്നിക്കാണും. പിന്നെ ഞാൻ ഗർഭിണിയല്ലേ, അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ ആഹാരമൊക്കെ ഉണ്ടാക്കി തരണമെന്ന് ആഗ്രഹം കാണും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ. അമ്മയും അതുപോലെ ഏടത്തേനും പറ്റിക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ എന്നെ അങ്ങനെ പറ്റിക്കാനൊന്നും നിൽക്കണ്ട. അവരുടെ അഭിനയത്തിലെ ഞാൻ എന്തായാലും വീണു പോകാനും
പോകുന്നില്ല. ഇവർ കാണിച്ചു കൂട്ടുന്നതൊക്കെ വെറും ഡ്രാമയാ. ശരിക്കുമുള്ള ഫിലിം പിന്നാലെ തന്നെ വരുന്നുണ്ട്. ഇപ്പോഴേ കണ്ടറിഞ്ഞു നിന്നാൽ എല്ലാവർക്കും കൊള്ളാം. എനിക്ക് അത്രയേ പറയാനുള്ളൂ. കാരണം അത് സുകന്യ, ആ സുകന്യ ഒരു നേട്ടമില്ലാതെ ഒന്നും ചെയ്തു കൂട്ടത്തില്ല എന്നും പറഞ്ഞാൽ മിത്ര അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഗോമതി പറയും, ഇവിടെ ഉള്ളവർക്കൊക്കെ ഇത് എന്തു പറ്റി? ഇന്നലെ ആണെങ്കിൽ ബാലേട്ടനും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഉറക്കമില്ലാതെ രാത്രി മുഴുവൻ ഇരുന്ന് ചിന്തിച്ചു കൂട്ടുമായിരുന്നു. ബാലച്ചന് ഇത് എന്തു പറ്റി എന്നപ്പം നമ്മുടെ ദേവി ചോദിക്കും, എനിക്കറിയില്ല. ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോഴൊക്കെ ബാലേട്ടൻ എന്തോ കാര്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക, ചോദിച്ചിട്ടൊന്നും പറഞ്ഞൂ ഇല്ല എന്ന് ഗോമതി പറയാണ്. ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും എന്തോ പറ്റി, ആരും ഒന്നും തുറന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ഗോമതി അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ. അപ്പം മിത്രയുടെ സംസാരമൊക്കെ നമ്മുടെ ദേവിയിൽ ചെറുതായിട്ട് പേടി വരുത്തുന്നുണ്ട്. ഇനിയിപ്പം സുകന്യ ചേച്ചി എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ ഇങ്ങനെ എന്നോട് സ്നേഹം അഭിനയിച്ച് നിർത്തുന്നത്? എന്നെക്കൊണ്ട് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയാണോ എന്നൊക്കെ ദേവിയും ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പം ടെൻഷൻ അടിച്ച് ദേവി ഇങ്ങനെ റൂമിൽ കൂടി നടക്കുമ്പം ആനന്ദ് വരികയാണ്. എന്താ ദേവി, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നത്? നിന്നോട് പറഞ്ഞിട്ടില്ലേ നല്ല സമാധാനത്തോടു കൂടി ഇരിക്കണമെന്ന്? ആവശ്യമില്ലാതെ ടെൻഷൻ കയറ്റി BP കൂട്ടാൻ നിൽക്കരുതെന്ന് എന്ന് ചോദിക്കേ. അത് പിന്നെ ആനന്ദേട്ടാ, സുകന്യ ചേച്ചിയുടെ രീതികളൊക്കെ ആകെ മാറി. പ്രവൃത്തിയിലൊക്കെ വല്ലാത്ത മാറ്റം. എന്നോട് ഭയങ്കരമായിട്ട് സ്നേഹവും കെയറിങ്ങും ഒക്കെ കാണിക്കുന്നു. ഇതിന് പിന്നിൽ എന്താണെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറയുകയാണേ. അപ്പോഴത്തേക്ക് ആനന്ദ് പറയും, അത് ചിലപ്പം അവരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നതായിരിക്കും. അല്ലാതിപ്പോൾ എന്താ, നിനക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണ് അവർ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നത്? അവർക്കും തോന്നിക്കാണും ഒരു ഗർഭിണിയായ സ്ത്രീയല്ലേ നീ, അതുകൊണ്ട് നിന്നോട് ഒരിച്ചിരി സ്നേഹം കാണിച്ചേക്കാന്ന്, അല്ലാതെ വേറൊന്നും ഇല്ല എന്ന് ആനന്ദ് പറയും. ഇതൊന്നുമല്ല, എന്തോ കാര്യമുണ്ട്. ഇന്നും മിത്ര പറഞ്ഞു ഒരു നേട്ടവും ഇല്ലാതെ സുകന്യ ചേച്ചി ഇങ്ങനെയൊന്നും ചെയ്തു കൂട്ടില്ലെന്ന്. അവര് എന്നിൽ നിന്ന് എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്? ഇനി അമ്മയും അച്ഛനും കള്ളം പറഞ്ഞതായിരിക്കുമോ? അവരവിടെ ചെന്ന് കാണുമോ? ഇതൊക്കെ സുകന്യ ചേച്ചിയുടെ എന്തെങ്കിലും പ്ലാൻ ആയിരിക്കുമോ, നമ്മളിൽ നിന്ന് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ദേവി ചോദിക്കുക. അപ്പോൾ ആനന്ദിന് ഒരു സംശയം ഉണ്ടാകുവാണേ. അല്ല, നിന്നെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ സുകന്യ ചേച്ചി മനസ്സിലാക്കിയെങ്കിൽ തന്നെ ഇവിടെ വന്നത് പറയുമല്ലേ, അല്ലെങ്കിൽ ആ കാര്യം പറഞ്ഞ് നിന്നെ ഭീഷണിപ്പെടുത്തുകയോ അല്ലേ ചെയ്യേണ്ടത്? അതിനു പകരം നിന്നോട് ഇത്രയധികം സ്നേഹം കാണിക്കണമെങ്കിൽ മറ്റെന്തോ കാര്യമുണ്ട്, അത് നമുക്ക് കണ്ടെത്തിയേ പറ്റൂ എന്ന് ആനന്ദും പറയുവാണ്. ഇതേ സമയം അനന്തനെ വിളിച്ച് ഓഫീസിലുള്ള ഒരു സ്റ്റാഫ് നമ്മുടെ അച്യുതൻ 10 ലക്ഷം രൂപ തിരിമറി നടത്തി എന്നുള്ള കാര്യം വിളിച്ചു പറയാണ്. ഇത് കേൾക്കുമ്പം അനന്തന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം നീ പറയുന്നത് സത്യമാണോ എന്നൊക്കെ ചോദിക്കുക. അപ്പം അയാൾ പറയും, അതെ ഞാൻ പറഞ്ഞത് സത്യമാണ്. അച്യുതൻ സാറ് 10 ലക്ഷം രൂപ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുക. അപ്പം അനന്തൻ മനസ്സിൽ ചിന്തിക്കുക, ഇവൻ എന്നോട് പോലും പറയാതെ ഇത്രയും രൂപ ആർക്ക് കൊടുക്കാനായിരിക്കും പോകുന്നത്? ഇവൻ്റെ പോക്കൊന്നും ശരിയല്ല. ഇതിൻ്റെ നിജസ്ഥിതി എന്തായാലും അറിയണം. കമ്പനി എല്ലാവരുടെയും കൂടിയാ. അതിൽ നിന്ന് പൈസ തിരിമറി നടത്തുമ്പം അത് എല്ലാവരെയും ബോധിപ്പിക്കേണ്ട ബാധ്യത അവനുണ്ടായിരുന്നു എന്നൊക്കെ അനന്തൻ പറയാണ് കേട്ടോ. വീട്ടിൽ ചെന്ന് ഇതിനെപ്പറ്റി അവനോട് ചോദിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞ ദേഷ്യത്തോടു കൂടി തന്നെയാണ് അനന്തനാണെങ്കിൽ അച്യുതൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഇതേസമയം നമ്മുടെ ബാലനാണെങ്കിൽ ഉദയഭാനുവിനെ പറ്റിയുള്ള സത്യാവസ്ഥകൾ അറിയാനായിട്ട് അന്വേഷിച്ചിറങ്ങിയേക്കാണ് കേട്ടോ. അപ്പം അന്ന് ഉദയഭാനുവിനെ കണ്ട ആ കടയിലേക്ക് ചെന്നിട്ടാണ് ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നത്. പക്ഷേ അവിടെ ചെന്നിട്ടും ബാലന് കൂടുതൽ വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. അപ്പം ബാലൻ നിരാശയോടെ മടങ്ങി പോവാണ്. അത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതേസമയം നമ്മുടെ വീട്ടിലെത്തിയ അനന്തൻ വളരെയേറെ ദേഷ്യപ്പെട്ട് അച്യുതനോട് സംസാരിക്കുകയാണ്. 10 ലക്ഷം രൂപ നീ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നെടുത്ത് എന്താണ് ചെയ്തത്? നിനക്ക് എന്ത് അത്യാവശ്യമായിരുന്നു ആരോടും പറയാതെ ഇത്രയും കാശ് തിരിമറി ചെയ്യാനുള്ളത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടും. അപ്പം ഇതും കണ്ടുകൊണ്ട് ഇന്ദ്രാമ അങ്ങോട്ട് വരുന്നത്. അപ്പം ഇന്ദ്രാമ ചോദിക്കും, ഇത്രയും നാളും ദേവമംഗലത്തുള്ളവരോടായിരുന്നു നിങ്ങളുടെ യുദ്ധം, ഇപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പിരിയാനായിട്ടാണോ രണ്ടും കൂടി ഇങ്ങനെ ബഹളം വെക്കുന്നത് എന്നൊക്കെ ചോദിക്കാം. അപ്പം ഈ സംസാരം കേട്ടുകൊണ്ട് രാജശ്രീയും അതുപോലെ തന്നെ നന്ദിനിയും ഒക്കെ വരിക. അപ്പം നന്ദിനി ചോദിക്കും, അനന്തേട്ടാ എന്തിനാ അച്യുതനോട് ദേഷ്യപ്പെടുന്നത്? എന്താ കാര്യം എന്ന് ചോദിക്കുക. അവൻ ചെയ്തു വെച്ചതാ ഞാൻ ചോദിച്ചത്. ഇവൻ കമ്പനിയിൽ നിന്ന് 10 ലക്ഷം രൂപ എടുത്താ മറിച്ചിരിക്കുന്നത്, അത് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചു. എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ലെന്ന് കരുതിയാണോ ഇവനോട് ചോദിക്കാതിരുന്നത് എന്നൊക്കെ അനന്തൻ ചോദിക്കും കേട്ടോ. അപ്പോൾ അച്യുതൻ പറയും, ഏട്ടാ എനിക്ക് പെട്ടെന്നൊരു അത്യാവശ്യം വന്നു, അതുകൊണ്ടാണ് ഏട്ടനോട് പോലും ചോദിക്കാതെ ഞാനൊന്ന് ക്കേണ്ടി വന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ രാജശ്രീയും പറയും, കമ്പനി എല്ലാവരുടെയും കൂടി അല്ലേ അനന്തേട്ട, അതൊരു ആവശ്യം വന്നപ്പോൾ സ്വന്തം കമ്പനിയിൽ നിന്ന് അച്യുതേട്ടൻ കുറച്ച് പൈസ എടുത്തു, അതിന് ഇത്രയും ചൂടാവേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഈ നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും